അശ്വിനും അഹാനയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നും അശ്വിനെ അഹാന അൺഫോളോ ചെയ്തു എന്നും അതുകൊണ്ട് അശ്വിൻ തിരിച്ചും അൺഫോളോ ചെയ്തു എന്നുമാണ്. ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച് ഞങ്ങൾ വഴക്കാം. ഇതിൽ അശ്വിൻ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കണം. ദിയയുടെ സൈഡിൽ ഇങ്ങനെ കൈ അടിച്ച് നിൽക്കാണില്ലേ. കേക്ക് മുറിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും മുന്നിലുണ്ടാവണം. പക്ഷെ ഇവിടെ അമ്മ മാത്രമാണ് മുന്നിലുള്ളത്. അച്ഛൻ അവിടെ സൈഡിലോട്ട് മാറി നിൽക്കണം. നീചനാണ്. ഇനി ഇവിടെ കേക്ക് മുറിക്കുന്നതാണ് ഏറ്റവും വലിയ കോമഡി. കേക്ക് മുറിക്കുന്നത് എങ്ങനെയാണ്? അമ്മ ഒറ്റയ്ക്കാണ് കേക്ക് മുറിക്കുന്നത്. ഞാനൊരുത്തൻ ഇവിടെ തെരുവാധാരായി നടക്കുന്നതിൽ നിനക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് അച്ഛൻ ഉണ്ടായിരിക്കെ തന്നെ അമ്മ ഒറ്റയ്ക്ക് കേക്ക് മുറിക്കുന്ന കാണുന്നത്. ഞാനിവിടെ ചെറുത്തണ്ടിക്കോട്ടെന്നോ? അതെ, നീ എല്ലാവരും മനസാക്ഷി ഇല്ലാത്തവനാണ്. ഒന്നും മോന്റെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത്. മുൻപന്തിയിൽ നിൽക്കേണ്ട ആളാണ്. അപ്പുറത്തുനിന്ന് സൈഡിൽ നിന്ന് കൈയടിക്കും. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവില്ലേ? ഇതിനും വലിയൊരു ഇൻസൾട്ട് ഒരു അച്ഛൻ ഇനി എങ്ങനെയാണ് കിട്ടാനുള്ളത് അല്ലേ? പിന്നെ അശ്വിന് ഇതൊക്കെ ചെയ്യാനുണ്ട്, പിന്നെ കുഴപ്പമില്ല. ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോകും. സംഗതി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ വ്ളോഗിൽ എവിടെയും അശ്വിന്റെ വീട്ടുകാരെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അമ്മായിയമ്മയാണെന്ന് അയൽക്കാരോട് പറയാൻ മേനോൻ തമ്പുരാന് ചലിപ്പുണ്ടാവില്ലേ? സാധാരണ ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ സംഘടിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും അതിൽ പങ്കെടുക്കും അല്ലേ? താനിങ്ങനെ ഭീരുവായാൽ എന്ത് ചെയ്യും? എന്ത് സീനാടോ? എന്ത് പണ്ടാര സീനാണ്?